നമസ്കാരം. വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം, ഈ ഒരു പരാതി രാജ്യത്ത് മറ്റൊരു സംസ്ഥാനത്തും ഉയർന്നു വന്നതായി കേട്ടിട്ടില്ല. വളരെ അപൂർവമായി ഒന്നോ രണ്ടോ പരാതികളൊക്കെ ഉയർന്നു വന്നിട്ടുണ്ടാവാം. പക്ഷേ ഇത്തരത്തിലുള്ള ഒരു പരാതി എൻ്റെ അഭിപ്രായത്തിൽ ഇത് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ അപമാനിക്കുന്ന ഒന്നാണ്. സ്ത്രീകൾ തന്നെ അപമാനിക്കുന്ന ഒന്നാണ് ഈ വിവാഹ വാഗ്ദാനം നൽകിയുള്ള പീഡനം. ഇത്തരം പരാതികൾ ഉയർന്നു വന്നിട്ടുള്ളത് ഈ കഴിഞ്ഞ 2-3 വർഷങ്ങൾക്കിടയിലാണ്. ഓരോ ദിവസവും നമ്മൾ പത്രം നിവർത്തി നോക്കിയാൽ അറിയാം, അതിൽ നിരവധി പീഡന പരാതികളാണ്, അതായത് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിക്കുന്ന പരാതികളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഇപ്പോൾ 2 വ്യക്തികൾ തമ്മിൽ പ്രണയത്തിലാവുക, അവർ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുക, അല്ലെങ്കിൽ ആ പ്രണയം പിരിഞ്ഞു പോവുക, ഇതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ ഒരാൾ വിവാഹം കഴിച്ചുകൊള്ളാമെന്ന് വാഗ്ദാനം ചെയ്താൽ എന്തിനാണ് അയാളോടൊപ്പം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത് എന്നുള്ള കാര്യം അവിടെ നിൽക്കട്ടെ. ആ ഒരു ചോദ്യത്തിനിവിടെ പ്രസക്തിയില്ല. എന്തായാലും നമ്മുടെ നിയമം അനുവദിച്ചിരിക്കുന്നത് പ്രായപൂർത്തിയായ ഒരു സ്ത്രീക്കും പുരുഷനും പരസ്പര സമ്മതത്തോടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള, ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാനുള്ള ഒരു സ്വാതന്ത്ര്യവും അവകാശവും നമ്മുടെ നിയമം നൽകിയിട്ടുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ വിഷയത്തിൽ അദ്ദേഹത്തിനെതിരെ നിരവധി പരാതികളാണ് ഉയർന്നു വന്നിട്ടുള്ളത്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ അയാളുടെ ആ ഒരു പല പ്രവൃത്തികളോടും എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല. എങ്കിൽ പോലും എല്ലാത്തിനും ഒരു നീതിയും ന്യായവുമുണ്ട്. ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന പരാതികൾ പരിശോധിച്ചാൽ അറിയാം, എല്ലാം സമാനതകളുള്ള ഒരു പരാതികളായിരുന്നു എന്നുള്ളത്. അതുമാത്രമല്ല, അയാൾ വേട്ടയാടുന്നതിനെ കുറിച്ചാണ് എനിക്ക് പ്രധാനമായും പറയാനുള്ളത്. നിരവധി ഈ പീഡന പരാതികളാണ് ഓരോ ദിവസവും നമ്മുടെ കേരളത്തിൽ ഉയർന്നു വരുന്നത്. ഇപ്പോൾ പിണറായി സർക്കാരിൻ്റെ മന്ത്രിസഭയിലുള്ള മന്ത്രിമാരെക്കുറിച്ച്, MLA മാരെക്കുറിച്ച് പോലും ലൈംഗിക പീഡന ആരോപണങ്ങളും പരാതികളും ഒക്കെ ഉയർന്നു വന്നു. മുകേഷിനെതിരെ കുറ്റപത്രം വരെ സമർപ്പിച്ചിട്ടുണ്ട്. പക്ഷേ ആ ഒരു അവസരത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിലെ ആദ്യത്തെ 2 പരാതികളിൽ അറസ്റ്റ് ചെയ്യാൻ കഴിയാത്ത ഇച്ഛാഭംഗത്തിൽ 3ാമത്തെ പരാതിയിൽ പോലീസ് വളരെ ആസൂത്രിതമായി അറസ്റ്റ് ചെയ്തത്. ആ അറസ്റ്റ് പരിശോധിച്ചാൽ നമുക്കറിയാം, അത് വളരെ ഒരു പ്രതികാര ചിന്തയോടുകൂടിയാണ് ആ അറസ്റ്റ് നടത്തിയതെന്ന്. ഇനി അറസ്റ്റ് നടത്തിയത് മാത്രമല്ല, അയാളെ തെളിവെടുപ്പിനെന്ന പേരിൽ കെട്ടി എഴുന്നള്ളിച്ച് കൊണ്ടു നടക്കുന്ന ഒരു കാര്യം, അതൊരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഇവിടെ DYFIക്കാരും യുവമോർച്ചക്കാരുമൊക്കെ അയാൾക്കെതിരെ പ്രതിഷേധം കോടതിയിലും അയാളെ തെളിവെടുപ്പിനായി കൊണ്ടുപോകുന്ന സ്ഥലങ്ങളിലുമൊക്കെ നടത്തി ചീമുട്ടയെറിഞ്ഞു. ഒരാളെ ഈ പ്രാകൃതമായിട്ടുള്ള രീതിയിൽ പ്രതിഷേധിക്കുകയും, ഈ പ്രതിഷേധം എന്ന് പറയുന്ന രീതിയിൽ പ്രാകൃതമായി അയാളെ ആക്രമിക്കുകയും സൈബർ ആക്രമണം നടത്തുകയും ചീമുട്ടയെറിയുകയും ഒക്കെ ചെയ്യുന്നത് ഒരിക്കലും നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഈ പ്രതികരിക്കുന്നവർ, അല്ലെങ്കിൽ ഈ ചീമുട്ട എറിയുന്നവരും ഈ പ്രതിഷേധം നടത്തുന്നവരും ഒക്കെ നല്ലവരാണോ എന്ന് അവർ സ്വയം ചിന്തിക്കട്ടെ. എന്തായാലും അതിനെക്കുറിച്ചും പറയാനില്ല. പക്ഷേ ഈ ശ്രീനാദേവി കുഞ്ഞമ്മ എന്ന് പറയുന്ന CPIയിൽ നിന്ന് കോൺഗ്രസിലേക്ക് വന്ന ജില്ലാ പഞ്ചായത്ത് അംഗം, അവർ ഇന്നലെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ അനുകൂലിച്ചെന്ന് പറഞ്ഞാൽ അതിജീവിതനൊപ്പം എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ പറയുന്നൊരു ചില പരാമർശങ്ങൾ നടത്തിയിട്ടുണ്ട്. അതിലവർ അതിജീവിതയുടെ പേര് പറഞ്ഞിട്ടില്ല. അതിജീവിതയെ തിരിച്ചറിയാൻ തക്ക വിധത്തിലുള്ള യാതൊരു അടയാളങ്ങളോ സൂചനകളോ അവർ നൽകിയിട്ടില്ല. പക്ഷേ അവർക്കെതിരെ പെട്ടെന്ന് തന്നെ അതിജീവിത പരാതി നൽകുകയാണ്. തന്നെ അപമാനിച്ചു എന്ന് പറഞ്ഞ് പരാതി നൽകുകയാണ്. അതുമാത്രമല്ല, രാഹുൽ മാങ്കൂട്ടത്തിലിൻ്റെ അനുകൂലികൾ തൻ്റെ ഫോൺ നമ്പർ പോലും തിരഞ്ഞുപിടിച്ച് തന്നെ സൈബർ ആക്രമണം നടത്തുന്നു, ഭീഷണിപ്പെടുത്തുന്നു എന്നൊക്കെയാണ് ആ അതിജീവിത പറയുന്നത്. എന്തായാലും ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ കേസെടുക്കുമെന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന ഏറ്റവും പുതിയ വിവരം. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, എന്താണ് ഒരു മനുഷ്യന്, നമ്മൾ ചൈനയിലെ കാര്യമൊക്കെ കേട്ടിട്ടുണ്ട്. ചൈനയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല. അവിടെ ചൈനയിലും കൊറിയയിലുമൊക്കെ ഈ മുടി വെട്ടുന്നതിന് പോലും, ഹെയർ കട്ടിങ്ങിന് പോലും പ്രത്യേകിച്ചിട്ടുള്ള സ്റ്റൈലൊക്കെ ഉണ്ടെന്നൊക്കെയാണ് കൊറിയയിൽ പറഞ്ഞു കേൾക്കുന്നത്, ഈ പുറത്തു വരുന്ന വാർത്തകൾ, ഉത്തര കൊറിയയിൽ. അപ്പോൾ അതുപോലെ ചൈനയിലും അത് തന്നെയാണ് സ്ഥിതി. ചൈനയിൽ അഭിപ്രായ സ്വാതന്ത്ര്യമില്ല, അടിമത്തമാണ് അവിടെ യഥാർത്ഥത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് തന്നെയല്ലേ ഇപ്പോൾ കേരളത്തിൽ നടക്കുന്നത്. ഒരു വ്യക്തിക്ക് അഭിപ്രായ സ്വാതന്ത്ര്യമുണ്ട്, അത് അയാളുടെ മൗലികാവകാശമാണ്. ഒരു വിഷയത്തിൽ സഭ്യമായ രീതിയിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം ഏതൊരു വ്യക്തിക്കുമുണ്ട്. അത് പണ്ഡിതനും പാമരനും ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെയുള്ള ആൾക്കാർക്കുമുണ്ട്. അത് ശ്രീനാദേവി കുഞ്ഞമ്മ പറഞ്ഞത് അവരുടെ അഭിപ്രായമാണ്. അവരൊരിക്കലും ഈ അതിജീവിതയെ അധിക്ഷേപിക്കുന്ന തരത്തിൽ സംസാരിച്ചിട്ടില്ല. ഇതിനു മുമ്പ് രാഹുൽ ഈശ്വർ, അയാളും അതിജീവിതയുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തിയെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷേ അയാളും 10-15 ദിവസം ജയിലിനകത്ത് കിടന്നു. വീണ്ടും അയാളുടെ ജാമ്യം റദ്ദാക്കാനായി പോലീസ് കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം സംഭവങ്ങളൊക്കെ വരുമ്പോൾ എന്താണ് ഈ ഒരു അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ലാത്ത ഒരു നാടായി നമ്മുടെ കേരളം മാറുകയാണോ എന്ന് നമുക്ക് തോന്നിപ്പോകും. പക്ഷേ ഈ CPMകാർക്കും അവരുടെ സൈബർ പോരാളികൾക്കും ആരെയും എന്തും പറയാമെന്നുള്ളതാണ്. രാഹുൽ മാങ്കൂട്ടത്തിലിന് അയാളൊരു മനുഷ്യനാണെന്നോ ഉള്ളതോ, അയാൾക്കൊരു അമ്മയുണ്ടെന്നോ, അയാൾക്കൊരു സഹോദരി ഉണ്ടെന്നോ, അയാൾക്കൊരു കുടുംബവും ബന്ധുക്കളും സുഹൃത്തുക്കളും ഉണ്ടെന്നോ ഒന്നും ഒരാളും
അത് ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് അവരുടെ ഏറ്റവും വലിയ പ്രശ്നം. അതായത് ഈ അന്തം കമ്മികളുടെ സമൂഹ മാധ്യമത്തിൽ കിടന്ന് കറങ്ങുന്ന ഒരു പരാമർശം എന്ന് പറഞ്ഞാൽ പിണറായി വിജയനെ വിജയ എന്ന് വിളിച്ചു, ഗോവിന്ദനെ ഗോവിന്ദ എന്ന് വിളിച്ചു, പൊതിച്ചോറിനെ അപമാനിച്ചു എന്നുള്ളതൊക്കെയാണ്. ഇനി പിണറായി വിജയനെ പിണറായി വിജയ എന്നുള്ളതല്ലാതെ പ്രിൻസ് രാജകുമാര എന്ന് വിളിക്കാൻ കഴിയുമോ? ശരി, ഇനി ഒരുപക്ഷെ പിണറായി വിജയന്റെ പ്രായം പരിഗണിച്ച് അദ്ദേഹത്തെ ഇനി വിജയ എന്ന് വിളിച്ചത് തെറ്റ് തന്നെയാണ്. പക്ഷേ അതിന് ഇത്തരത്തിലുള്ള ഒരു ക്രൂരമായ വേട്ടയാടൽ വേണോ എന്നുള്ളതാണ്. ഇവിടെ ഈ കോടതികൾ പോലും, കോടതിക്ക് വേറെ നിസ്സഹായരാണ്. പോലീസ് സമർപ്പിക്കുന്ന ഒരു റിമാൻഡ് റിപ്പോർട്ടൊക്കെ കോടതിക്ക് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ അംഗീകരിക്കാൻ കഴിയും. ആദ്യം ഈ ഒരു മൂന്നാമത്തെ പരാതി ഉയർന്നു വന്ന ആദ്യ സമയത്ത് പറഞ്ഞിരുന്നത് ഈ അതിജീവിതയെ ഇന്നോ നാളെയോ കേരളത്തിലെത്തി മൊഴി നൽകുമെന്നാണ്. പക്ഷേ പിന്നീട് കേട്ടത് അതിജീവിതയുടെ മൊഴി വീഡിയോ കോൾ വഴി എടുക്കുമെന്നുള്ളതാണ്. ഇനി നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, രാഹുൽ മാങ്കൂട്ടത്തിൽ കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ അയാൾ ശിക്ഷിക്കപ്പെടണം. അത് പക്ഷേ ഏത് തരത്തിലാണ്, ഉഭയകക്ഷി സമ്മതപ്രകാരമാണോ അതോ ഈ അതിജീവിത പറയുന്ന രീതിയിലാണോ എന്നുള്ള കാര്യമൊക്കെ ഇനി പുറത്ത് അന്വേഷണത്തിലൂടെ തെളിയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഉഭയകക്ഷി സമ്മതപ്രകാരം രണ്ട് വ്യക്തികൾ തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടാണെങ്കിൽ ഇത് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇത്തരം ഈ ഒരു ആരോപണങ്ങളും പരാതികളും തീർത്തും മനുഷ്യത്വരഹിതമായതു തന്നെയാണ്. രണ്ട് വ്യക്തികൾ ഒരേ പങ്കാളിത്തത്തോടു കൂടി ഒരു കുറ്റകൃത്യം അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം ചെയ്യുന്നു. ഒരു നിയമം ഒരു വ്യക്തിക്ക് നിയമം കൊടുക്കുന്ന അധിക പരിരക്ഷ അത് പരമാവധി മുതലെടുത്തുകൊണ്ട് അവർ അതായത് അവരോടൊപ്പം ഉണ്ടായിരുന്ന തുല്യ കുറ്റകൃത്യത്തിൽ അല്ലെങ്കിൽ തുല്യ പ്രവൃത്തിയിൽ പങ്കാളിയായ വ്യക്തിക്കെതിരെ പരാതി കൊടുക്കുന്നു, അയാളെ സമൂഹ മാധ്യമത്തിൽ വേട്ടയാടുന്നു. അതൊന്നും ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. പക്ഷേ ഇതൊരു വളരെ ഭീകരമായിട്ടുള്ളൊരു അവസ്ഥയാണ്. കാരണം മുമ്പെങ്ങും രാഷ്ട്രീയത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങളൊന്നും ഇല്ലായിരുന്നു. നമ്മൾ 10-33 കൊല്ലം മുമ്പ് പുറത്തിറങ്ങിയ സന്ദേശം എന്ന സിനിമയിൽ ശ്രീനിവാസൻ പറഞ്ഞു വെച്ചത് നമ്മൾ ഓർക്കേണ്ടതുണ്ട്. കാരണം എതിർ പാർട്ടിയിൽ കൊള്ളാവുന്ന 2-3 കുറച്ച് ചെറുപ്പക്കാർ വന്നിട്ടുണ്ട്. അവരെ തകർക്കാൻ ഒരു വഴിയേ ഉള്ളൂ, ഒന്നുകിൽ പെണ്ണ് കേസ് അല്ലെങ്കിൽ ഗർഭ കേസ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എത്ര അർത്ഥവത്തായിരുന്നു ശ്രീനിവാസന്റെ ആ ഒരു നിരീക്ഷണമെന്ന്. അവിടെ ഉമ്മൻചാണ്ടിയിൽ നിന്ന് തുടങ്ങിയതാണ് ഈ ഒരു പെൺവിഷയം. ഉമ്മൻചാണ്ടിയെ ഒരു പരാതിക്കാരിയെ കൊണ്ടൊരു പരാതി കൊടുപ്പിച്ച് അദ്ദേഹത്തെ മാനസികമായി തകർത്ത്. പക്ഷേ ഉമ്മൻചാണ്ടി ആയതുകൊണ്ട് ജനങ്ങളാരും അത് വിശ്വസിച്ചില്ല. അന്തം കമ്മികൾ പോലും, അതായത് സൈബർ ആക്രമണം നടത്തിയ അന്തം കമ്മികൾ പോലും വിശ്വസിക്കില്ല ഈ പറയുന്ന ഉമ്മൻചാണ്ടി ഇത്തരത്തിലൊരു പ്രവൃത്തി ചെയ്യുമെന്ന് വിശ്വസിക്കുന്നില്ല. അദ്ദേഹം എപ്പോഴും ഒരു ആൾക്കൂട്ടത്തിൻ്റെ നടുവിൽ ഇതുപോലെ ഈ സുരക്ഷാ ഭടന്മാരുടെ വലയത്തിൽ പിണറായി വിജയൻ പോകുന്നത് പോലെയല്ല. അദ്ദേഹം സാധാരണക്കാരായ ജനങ്ങളുടെ നടുവിൽ ജീവിച്ച ഒരു നേതാവാണ്. എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഇത്തരത്തിലുള്ള ഒരു ആരോപണം വന്നതിന് ശേഷമാണ് ശിവരാജൻ കമ്മീഷന്റെ മുമ്പിലൊക്കെ അദ്ദേഹം മണിക്കൂറുകളോളമാണ് മൊഴി കൊടുക്കാനിരുന്നത് എന്ന് ഓർക്കണം. അവിടെ ഈ പിണറായി വിജയൻ ഇത്രയും പല ആരോപണങ്ങളും പല കുറ്റകൃത്യങ്ങളും കാണിച്ചിട്ട് ഇതുവരെ പിണറായി വിജയന്റെ മകളോ എന്ന് ഒരു ചോദ്യം ചെയ്യലിന് പോലും ഹാജരായിട്ടില്ല എന്ന് കൂടി ഓർക്കണം. അവിടെ അദ്ദേഹം മാനസികമായി തകർന്നത് കൊണ്ടായിരിക്കണം ഈ ഉമ്മൻചാണ്ടി എന്ന് പറയുന്ന ഒരു ദൈവതുല്യനായ ഒരു മനുഷ്യൻ, അദ്ദേഹം ജനങ്ങൾക്ക് ഇടയിലേക്ക് ഇറങ്ങി ജീവിച്ച ആ ഒരു മനുഷ്യൻ ഇത്ര പെട്ടെന്ന് മാനസികമായി തകർന്ന് അസുഖബാധിതനായി മരണപ്പെട്ടത് എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഈ പറയുന്ന ഇത്തരം പ്രവർത്തികൾ അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. ഒരു അഭിപ്രായം പറഞ്ഞു എന്നതിൻ്റെ പേരിൽ ശ്രീനാദേവി കുഞ്ഞമ്മയ്ക്കെതിരെ പരാതി കൊടുക്കുന്നു. ആ പരാതി കിട്ടേണ്ട താമസം പോലീസ് കേസെടുക്കുമെന്നറിയുന്നു. ഇതൊന്നും ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യങ്ങളല്ല. പക്ഷേ ഇത് പൊതുജനങ്ങൾ തിരിച്ചറിയണം. കാരണം ഇനി ഒരിക്കൽ കൂടി ഈ ഇടതുപക്ഷം അധികാരത്തിൽ വന്നാൽ ആരെയും അവർക്ക് പുതിയൊരു ആയുധം കിട്ടിയിരിക്കുകയാണ്. കാരണം അവരുടെ ഭരണ നേട്ടങ്ങളോ അവർ ചെയ്യുന്ന നല്ല കാര്യങ്ങളോ അവരുടെ നേതാക്കൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളോ ഒന്നും, സംസ്ഥാന സർക്കാർ ചെയ്യുന്ന നല്ല കാര്യങ്ങളോ ഒന്നും അവർക്ക് ചൂണ്ടിക്കാണിക്കാനില്ല. അതുകൊണ്ട് എതിരാളികളെ തകർക്കാൻ അവർ കണ്ടെത്തിയിരിക്കുന്ന ഒരു പുതിയ മാർഗമാണ് ഇത്തരത്തിലുള്ള ചില പരാതികൾ എന്ന് നമുക്ക് പറയേണ്ടി വരും. അതുപോലെ തന്നെയാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഈ പരാതി തീരുന്നില്ല. അതിൻ്റെ സൂചനയാണ് ഈ റിനി ആൻ ജോർജ് എന്ന് പറയുന്ന നടി എന്ന് പറയുന്ന ഒരു സ്ത്രീ പറയുന്നത്. പരാതികൾ ഇനിയും ഉയർന്നു വന്നുകൊണ്ടേയിരിക്കും എന്ന് മുമ്പോട്ട് വരൂ, കടന്നു വരൂ എന്ന് അവർ പറയുന്നുണ്ട്, പരാതിക്കാരോട് ആഹ്വാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇനി കസ്റ്റഡിയിൽ വിട്ടുകൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ജാമ്യം കിട്ടി. അദ്ദേഹം പുറത്ത് വന്നാൽ പോലും അടുത്ത് വരുന്ന ദിവസങ്ങളിൽ വീണ്ടും അടുത്തൊരു പരാതിയുമായി വരും എന്ന് തന്നെയാണ് ഈ ചിലരുടെ വാക്കുകൾ സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇത് തീർത്തും നമ്മുടെ കേരളീയ സമൂഹത്തിന് ഒരിക്കലും അഭികാമ്യമായിട്ടുള്ള ഒരു പ്രവൃത്തിയല്ല ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നല്ല ആരെയും ഇത്തരത്തിൽ വേട്ടയാടുന്നത് നമുക്കൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. അതുപോലെ ഇതോടൊപ്പം ഒന്ന് പറഞ്ഞു വെക്കട്ടെ, ഇന്നലെ ഒരു പരാതി ഉയർന്നു വന്നിരുന്നു. CPM നേതാവായ കാസർഗോട്ടെ ഒരു അധ്യാപകനെതിരെ ഒരു പരാതി ഉയർന്നു വന്നിരുന്നു, ലൈംഗിക പീഡന പരാതി. ഒരിക്കലും ഞാൻ ആ ഒരു പരാതിക്കാരിയെ അനുകൂലിക്കുന്നില്ല. കാരണം 22 പതിറ്റാണ്ടായി ഇദ്ദേഹം പീഡിപ്പിക്കുന്നു എന്നാണ് പറയുന്നത്. നോക്കൂ, എങ്ങനെയാണ് നമുക്ക് ഈ പരാതിയൊക്കെ കാണേണ്ടത്?
എങ്ങനെയാണ് ഈ പരാതിയൊക്കെ കാണേണ്ടത്? 20 വർഷങ്ങളായിട്ട് അവർ ആദ്യം ഇയാൾ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു, അതിനുശേഷം ഭർത്താവിനെയും മക്കളെയും കൊല്ലുമെന്ന് പറഞ്ഞ് പീഡിപ്പിച്ചു. എന്താണ് ഇതിലൊക്കെ നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത്? ഇവിടെ കോടതികളുണ്ട്, പോലീസ് സ്റ്റേഷനുകളുണ്ട്, ഇവിടെ പൊതുപ്രവർത്തകരുണ്ട്, വനിതാ സംഘടനകളുണ്ട്, അങ്ങനെ എന്തെല്ലാം മാധ്യമങ്ങളുണ്ട്, അങ്ങനെ എന്തെല്ലാം വഴികളുണ്ട്. പക്ഷെ അവിടെ ഒന്നും പോകാതെ ഈ 10-20 വർഷം ഒരാൾ ഇങ്ങനെ ഭീഷണിപ്പെടുത്തി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഈ നാട്ടിലെ പുരുഷന്മാർക്ക് എന്ത് സുരക്ഷയാണുള്ളത്? ഒരു സ്വാധീനമുള്ളവനോ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരനോ ഒരു ആരെങ്കിലും എന്തെങ്കിലും ഒരാളെ ഉന്നം വെച്ച് കഴിഞ്ഞാൽ ഒരു കൊട്ടേഷനും കൊടുക്കണ്ട. പണ്ടൊക്കെ ആണെങ്കിൽ ഈ ഗുണ്ടകളെ വെച്ച് കൊട്ടേഷൻ കൊടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും കേൾക്കാനില്ല. അക്രമങ്ങളൊക്കെ നടക്കുന്നുണ്ട്, പക്ഷേ അതൊക്കെ മദ്യവും മയക്കുമരുന്നും ഉപയോഗിച്ചുകൊണ്ടുള്ള അക്രമങ്ങളാണ്. പക്ഷേ ഇനി ഇത്തരത്തിലുള്ള പരാതികൾ ഉയർന്നു തന്നെ വരും. കാരണം ഈ പരാതി, ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയാൽ ഒരു വ്യക്തിയെ മാനസികമായും അയാളെ ശാരീരികമായും സാമ്പത്തികമായും അയാളെ എല്ലാ രീതിയിലും തകർക്കാമെന്നും, അയാളെ മാത്രമല്ല അയാളുടെ കുടുംബത്തെ മുഴുവൻ തകർക്കാമെന്നും, സമൂഹത്തിൽ മുഴുവൻ ഈ ഒരു വ്യക്തിയെ അതോടുകൂടി തുടച്ചു നീക്കാമെന്നും എന്നുള്ള ഒരു കാര്യമാണ് ഇതിലൂടെ ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തോടു കൂടി തെളിഞ്ഞു വന്നിരിക്കുന്നത്. എന്തായാലും ഇതൊന്നും ഒരിക്കലും നമുക്ക് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്നതല്ല. ഇടതുപക്ഷം വേണോ എന്നുള്ള കാര്യത്തിൽ മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി. കാരണം ഇനി UDF അധികാരത്തിൽ വന്നാൽ പോലും ഇത്തരം പരാതികളൊന്നും ഒരിക്കലും ഉയർന്നു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇത് തീർത്തും അപകടകരമായിട്ടുള്ള ഒരവസ്ഥയിലൂടെയാണ് കേരളം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്.